എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ അടുത്ത നടന്ന പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധ വിവരങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നൽകിയിരിക്കുന്ന ചോദ്യം ഇതാണ്: ചേരുംപടി ചേർക്കുക, ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും എന്നതാണ് ഇവിടെ നൽകിയിരിക്കുന്ന നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ 10th ലെവൽ പരീക്ഷയിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഈ പത്രങ്ങൾ അത് സ്ഥാപിച്ചവരാര് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററിനുള്ളിൽ കൃത്യമായിട്ട് ഒരു കോളത്തിനുള്ളിൽ കുറേ വ്യക്തികൾ അവർ സ്ഥാപിച്ച പത്രങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ആ ചോദ്യങ്ങളെല്ലാം തന്നെ എപ്പോഴും PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ കോളം ഒന്ന് പഠിക്കാം, അതിനുശേഷം നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഉത്തരം കിട്ടുകയും ചെയ്യും. നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പത്രങ്ങൾ അതേപോലെ തന്നെ നേതാക്കൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഹിന്ദു പത്രം, അതുപോലെ തന്നെ സ്വദേശി മിത്രം പത്രം. ഇത് സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ഓർത്തിരിക്കാൻ സിമ്പിളാണ്. ഹിന്ദുക്കളുടെ ദൈവമാണ് ഏതെന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദു അതുപോലെ തന്നെ സ്വദേശി മിത്രം ഈ പത്രം സ്ഥാപിച്ചായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജി സുബ്രഹ്മണ്യ അയ്യരാണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ്. അത് ഓർത്തിരിക്കാനായിട്ട് അമൃത ബസാറിൽ പോയത് ആഘോഷമായിട്ടാണ്. ആഘോഷത്തിൽ ആ ഘോഷം ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് അമൃത ബസാർ പത്രിക എന്ന് പറയുന്ന ഈ ഒരു പത്രം സ്ഥാപിച്ചത് 2 ഘോഷുമാരാണ്. അതിലൊന്ന് ശിശിർ കുമാർ ഘോഷും മറ്റൊന്ന് മോത്തിലാൽ ഘോഷുമാണ്. അപ്പോൾ നമ്മളിവിടെ ഓർത്തിരിക്കുന്നു അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് മോത്തിലാൽ ഘോഷ്. ഇനി ബോംബെ സമാചാർ എന്ന് പറയുന്ന പത്രം ഫർദൂർജി മർസ്ബാനാണ് അത് സ്ഥാപിച്ചത്. അത് ഓർത്തിരിക്കാൻ സിമ്പിളാണ്. നമ്മുടെ ബോംബ് നമ്മുടെ രാജ്യത്തൊക്കെ ബാൻ ചെയ്തിരിക്കുക എന്ന് ഓർത്ത് വെച്ചാൽ ഈ അവസാനം കണ്ടോ ബാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ 3 പത്രങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് ഹിന്ദു പത്രം, അതുപോലെ തന്നെ സ്വദേശി മിത്രം പത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ എന്ന് ഓർത്തിരിക്കുക. അമൃത ബസാർ പത്രിക അത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണെന്ന് ആരും ഓർത്തിരിക്കുക. ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാനും ആണ് ഈ ഒരു പത്രം സ്ഥാപിച്ചത്. ഇനി അടുത്തത് PSC എത്രയോ തവണ റിപ്പീറ്റായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്രമാണ് കേസരി മറാത്ത. ബാലഗംഗാധര തിലക് ആണ് ഈ ഒരു പത്രം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ബാലഗംഗാധര തിലകിന്റെ പത്രമാണ് കേസരിയും മറാത്തയും. കേസരിയും മറാത്തയും എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ബംഗാളി എന്ന് പറയുന്ന പത്രം സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇത് സ്ഥാപിച്ചത്. അപ്പോൾ ബംഗാളി എന്ന് പറയുന്ന പത്രം ആരാണ് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സുരേന്ദ്രനാഥ് ബാനർജിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആരാണ് ഇത് സ്ഥാപിച്ചത്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. നമ്മൾ കരിക്ക് എന്ന് പറയുന്ന വെബ് സീരീസിലെ ഏറ്റവും തിളങ്ങിയിട്ടുള്ള ഒരു സീരീസിലെ ഒരു കഥാപാത്രമാണ് സുര എന്ന് പറയുന്ന ഒരു ബംഗാളി കഥാപാത്രമുണ്ട്, ജോർജ് അഭിനയിച്ച. അപ്പോൾ ആ ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ബംഗാളി കഥാപാത്രം സുരേന്ദ്രനാഥ് ബാനർജി എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? ഹിന്ദു, സ്വദേശി മിത്രം, ജി സുബ്രഹ്മണ്യ അയ്യർ, അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും, ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാൻ, കേസരി മറാത്ത ബാലഗംഗാധര തിലക്, ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. ഇനി അടുത്തത് വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജിയുടെ പത്രമാണ്. ഇത് പണ്ട് മുതലേ PSC പരീക്ഷയിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്രമാണ് ദാദാഭായ് നവറോജിയുടെ വോയിസ് ഓഫ് ഇന്ത്യ. ഷോം പ്രകാശ് എന്ന് പറയുന്ന പത്രം ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പത്രമാണ് ഷോം പ്രകാശ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഈശ്വരന്മാരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലായിട്ട്, അതായത് ഈ തലയുടെ പിന്നിലായിട്ട് നമുക്ക് ഒരു പ്രകാശം കാണാനായിട്ട്, ഒരു പ്രകാശ വളയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഓർത്തിരിക്കുക ഷോം പ്രകാശ് എന്ന് പറയുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പോൾ ഇവിടെ ഈശ്വരനുണ്ട്, ഷോം പ്രകാശ് അല്ലേ. നമുക്കൊരു ഷോയ്ക്കായിട്ട് നമ്മൾ ഭിത്തിയിലൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ ഈ ഈശ്വരന്മാരുടെ ഫോട്ടോ. അപ്പോൾ അവിടെ അവരുടെ തലയുടെ പിറകിലായിട്ട് ഒരു പ്രകാശവും കാണാം. അപ്പോൾ ഷോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇനി അടുത്തത് ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ് ആണ്. ഇത് നമ്മൾ പൊതുവെ പഠിക്കാറുള്ള ഒരു കോഡാണ്, ആനിയുടെ ബസ്സിന്റെ പുതിയ വീല്. അപ്പോൾ ഇവിടെ എന്താണ്? ആനിയുടെ ബസ്, ആനി ബസന്റ് കിട്ടും. പുതിയ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ന്യൂ ആണ്. അപ്പോൾ അവിടെ ന്യൂ ഇന്ത്യ നമുക്ക് കിട്ടണം. അതേപോലെ തന്നെ കോമൺവെൽത്ത്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ ആനിയുടെ ബസ്സിന്റെ ന്യൂ വീൽ എന്ന് പഠിക്കുക. അപ്പോൾ ആനി ബസിന്റെ ന്യൂ ഇന്ത്യ വീല് നമുക്ക് എന്ത് കിട്ടണം? കോമൺ വീലും കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് യങ് ഇന്ത്യ ഹരിജൻ. ഇത് പണ്ട് മുതലേ PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു പത്രമാണ്. മഹാത്മാഗാന്ധിയുടേതാണ് യങ് ഇന്ത്യയും ഹരിജൻ. അപ്പോൾ യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം ആരുടെയാണ്? ഹരിജൻ എന്ന് പറയുന്ന പത്രം ആരുടെയാണ്?
ഉത്തരമായിട്ട് വരുന്നത് മഹാത്മാഗാന്ധി. അപ്പം ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന ആരുടെയാന്ന് വെച്ചാൽ ആനി ബസന്റ് ആണ്. യങ് ഇന്ത്യ എന്ന് പറയുന്ന ആരുടെയാന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയാണ്. ഇനി അടുത്തത് അൽ ഹിലാൽ, മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രമാണ് അൽ ഹിലാൽ എന്ന് പറയുന്നത്. മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രമാണ് എന്ന് പറയുന്നത് അൽ ഹിലാൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, മൗലാന അബുൽ കലാം ആസാദിൻ്റെതാണ് അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രം. ഇവിടെ തന്നെ ഉണ്ട്, ആയും ഇല്ലും എടുത്തു കഴിഞ്ഞാൽ അൽ നമുക്ക് കിട്ടും. അപ്പോൾ അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രം ആരുടെയാന്ന് വെച്ചാൽ മൗലാന അബുൽ കലാം ആസാദിന്റെയാണ്. ഇനി വന്ദേ മാതരം, ഇത് നമ്മൾ പഠിക്കും, വന്ദലാല എന്ന് പഠിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ലാലാ ലജ്പത് റായ് എന്ന് കിട്ടും, വന്ദലാല ലാലാ ലജ്പത് റായ്. നാഷൻ എന്ന് പറയുന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പം നാഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ നാഷൻ എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നമ്മുടെ രാജ്യത്ത് എല്ലാവരും എന്താണ് ഈ പറയുന്ന പാല് അതൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് അല്ലെ നമ്മളെല്ലാം പാല് കുടിക്കും, നമ്മുടെ രാജ്യം മൊത്തം പാല് കുടിക്കുന്നു ഓർക്കുക. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാഷൻ പാല് അത് വെച്ചിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് പ്രധാനപ്പെട്ട പത്രങ്ങളാണ്. ആ പത്രങ്ങൾ സ്ഥാപിച്ചത് ആരെല്ലാമാണെന്നാണ് നമ്മളിവിടെ കൃത്യമായിട്ട് നമ്മൾ SCR ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ആ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് മിറാത്തുൽ അക്ബർ, കേസരി മറാത്ത, കോമൺവെൽത്ത്, യങ് ഇന്ത്യ എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഡിലീഷൻ മെത്തേഡിലൂടെ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താമെന്ന് നോക്കാം. ആദ്യം കേസരി മറാത്ത നമുക്ക് എല്ലാവർക്കും അറിയാം ആരുടെ പത്രമാണ്? ബാലഗംഗാധര തിലക്. അപ്പോൾ 2 എന്ന് പറയുന്നത് ഒന്നുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്, 2 ഒന്നുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. അങ്ങനെ വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുമ്പോൾ C എന്ന് പറയുന്ന ഓപ്ഷൻ ഡിലീറ്റ് ആക്കാം, D എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ആക്കാം. ഇപ്പോൾ നമുക്ക് 2 ഓപ്ഷനാണ് നമുക്കിനി ബാക്കിയുള്ളത്. കോമൺവെൽത്ത് നമ്മളിപ്പോൾ പഠിച്ചു, എങ്ങനെയാണ്? ആനി ബസന്റ് ഇതാണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് 2മായിട്ട് ബന്ധിപ്പിക്കുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുമ്പോൾ ഓപ്ഷൻ ബിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ആക്കി നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഈ പത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഓപ്ഷനിലൂടെ പോയിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു പത്രം ചോദിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ്, അത് പണ്ട് മുതലേ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്രമാണ്. മിറാത്തുൽ അക്ബർ ആരുടെ പത്രമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രാജാറാം മോഹൻ റോയുടെ പത്രമാണ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ചതിൽ നിന്ന് പുറത്തു നിന്ന് ഒന്ന് പഠിച്ചൊരു പത്രമാണ് മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയാണ്. യങ് ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെ പത്രമാണ്? മഹാത്മാഗാന്ധിയാണ്. ന്യൂ ഇന്ത്യ ആണ് ആരുടെ വരുന്നത്? ആനി ബസന്റ് വരുന്നതെന്ന് കാര്യം ഓർക്കുക. ഇതുപോലെ മഹാത്മാഗാന്ധിയുടെ മറ്റൊന്ന് പഠിച്ചത് ഹരിജൻ എന്ന് പറയുന്ന പത്രമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഈ പറഞ്ഞ ഈ പത്രങ്ങളും അത് സ്ഥാപിച്ച വ്യക്തികളും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നോട്ട് ചെയ്ത് വെച്ചാലോ തീർച്ചയായിട്ടും ഗുണപ്രദമായിരിക്കും. ഇനി വരാൻ പോകുന്ന ഏതൊരു പരീക്ഷയിലും, ഈ നമ്മുടെ ASMന്റെ പരീക്ഷയിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ PSC ഈ SCRT ടെസ്റ്റ് ഡയറക്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മേഖലയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഓരോ സംഘടനകൾ അത് സ്ഥാപിച്ചത് ആരെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, അതുപോലെ ഗദ്ദാർ പാർട്ടി, ഇന്ത്യൻ നാഷണൽ ആർമി, ഫോർവേഡ് ബ്ലോക്ക് എന്നിങ്ങനെയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സംഘടനകൾ സ്ഥാപിച്ചത് ആര് എന്നാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്, മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ഗദ്ദാർ പാർട്ടി പണ്ട് മുതൽ PSC ചോദിക്കുന്നതാണ്. ലാലാ ഹർദയാൽ, ഗദ്ദാർ, ലാലാ ഹർദയാൽ പറയുമ്പോൾ തന്നെ ഏകദേശം ഒരേപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ 2 എന്ന് പറയുന്നത് 3മായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണ സമയത്ത് 2, 3മായിട്ട് ബന്ധിപ്പിച്ച് എടുക്കുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുമ്പോൾ B ഓപ്ഷനും A ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ആക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. അതായത് 4മായിട്ടാണ് യോജിപ്പിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നോക്കുക, ഇനി അങ്ങനെയുള്ള ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 4മായിട്ട് ബന്ധിപ്പിക്കുന്ന ഒറ്റ ഒരു ഓപ്ഷൻ ഉള്ളൂ. ആ ഒരു ഓപ്ഷനിലൂടെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നാമത്തെ സ്റ്റെപ്പിൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം അങ്ങനെ ബന്ധിപ്പിച്ചിട്ടുള്ള ഒറ്റൊരു ഓപ്ഷനെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിലുള്ളൂ. 4മായിട്ട് ബന്ധിപ്പിക്കുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ D ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ 1 എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് ആര്? ഭഗത് സിംഗ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് കൊടുത്തിരിക്കുന്ന ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ, അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ആർമി രാഷ് ബിഹാരി ബോസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഫോർവേഡ് ബ്ലോക്കിന് നേതൃത്വം കൊടുത്ത ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് PSC പരീക്ഷയിലൊക്കെ എപ്പോഴും റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു മേഖലയാണ്. ഇത്തരത്തിലുള്ള ഓരോരോ സംഘടനകൾ സ്ഥാപിച്ചത് ആര്, ആ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത ആര് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. അത്തരത്തിൽ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ഒന്ന് പഠിക്കാൻ പോവുകയാണ്. ചോദ്യ രൂപത്തിൽ തന്നെ നമ്മൾ പഠിക്കുകയാണ്. സമരവും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പഴയ ടെക്സ്റ്റ് ബുക്കിലാണ് ഈ ഒരു കാര്യം കിടക്കുന്നത്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ്.
എന്നാൽ ഈ അടുത്ത് നടന്ന ഇത് സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷാ പേപ്പറിലെ ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരിചയപ്പെടാം. ഇവിടെ അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന് കൊടുത്തിട്ടുണ്ട്, ഗദ്ദാർ പാർട്ടി അനുശീലൻ സമിതി. ഇത് നമുക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് പോകാം. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് ഗദ്ദാർ പാർട്ടിയാണ്. നമുക്കിപ്പോൾ പഠിച്ച കാര്യം കൊണ്ട് ഗദ്ദാർ പാർട്ടി, ഇവിടെ ഞാനിവിടെ ABCD എന്നാണ് വരേണ്ടത്. ഗദ്ദാർ പാർട്ടി നമ്മളിപ്പോൾ പഠിച്ചു ലാലാ ഹർദയാലാണ്. അതായത് 3 എന്ന് പറയുന്നത് എയുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. അങ്ങനെ നമ്മൾ നോക്കണ സമയത്ത് ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കി പഠിച്ചെടുക്കേണ്ട അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കറുമായി ബന്ധപ്പെട്ടതാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നതാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് VD സവർക്കറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം സ്ഥാപിച്ചതാണ് അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന കാര്യം ഓർത്തിരിക്കുക. അഭിനവ് ഭാരത് സൊസൈറ്റി. ഇനി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി അതാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സൂര്യ സെന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സൂര്യ സെൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ് സ്ഥാപിച്ചത്? സൂര്യ സെൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിക്കുന്നത്. അതേപോലെ ഗദ്ദാർ പാർട്ടി നമ്മൾ പഠിച്ചു ലാലാ ഹർദയാലാണ്. ഇനി അനുശീലൻ സമിതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ പുലിൻ ബിഹാരി ദാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് അഭിനവ് ഭാരത് സൊസൈറ്റി ആരാണ് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ VD സവർക്കറാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരാണ് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ സൂര്യ സെൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഗദ്ദാർ പാർട്ടി ആരാണ് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ലാലാ ഹർദയാൽ. അനുശീലൻ സമിതി ആരാണ് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ പുലിൻ ബിഹാരി ദാസ് ആണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്തത് കൊടുക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നൽകിയിരിക്കുന്നതിന് ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് ചോദ്യം പറയാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, സ്വരാജ് പാർട്ടി, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, ഫോർവേഡ് ബ്ലോക്ക്. ഇവിടെ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ആണ് ABCD. നമുക്കറിയാവുന്ന ഏതെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യുക. സ്വരാജ് പാർട്ടി നമുക്കറിയാവുന്നതാണ്. നമുക്കറിയാം സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സ്വരാജ് പാർട്ടി 2 സിയുമായിട്ട് ബന്ധിപ്പിച്ച് എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഈ പറയുന്ന A എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് B എന്ന് പറയുന്ന ഓപ്ഷനും C എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ആക്കാനായിട്ട് പറ്റും. ഈ 2 ഓപ്ഷൻ. ഇനി നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഉണ്ടോ? ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട് അല്ലേ, നമ്മൾ പഠിച്ചു സുഭാഷ് ചന്ദ്രബോസ് 4 B ആയിട്ട് ബന്ധിപ്പിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇനി അവശേഷിക്കുന്ന എയിലും ഡിയിലും നമുക്ക് ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. കാരണം ഇതിൽ 4 എയുമായിട്ടാണ് ബന്ധിപ്പിച്ചത്. അപ്പോൾ നമ്മൾ നോക്കുക ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഇവിടെ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്നത് ചന്ദ്രശേഖർ ആസാദുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചപ്പോൾ ഭഗത് സിംഗ് ആണ് പഠിച്ചത്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം കൊണ്ടിരിക്കുന്നു. നമ്മുടെ SCRT കൃത്യമായി പറയുന്നതാണ്. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരെല്ലാമാണെന്ന് വെച്ചാൽ, ഒന്ന് ഭഗത് സിംഗ്, നമ്മൾ ഓൾറെഡി പഠിച്ചു ആരാണ് ഭഗത് സിംഗ്. രണ്ടാമത്തേത് നമ്മളിപ്പോൾ ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ പഠിച്ചു ചന്ദ്രശേഖർ ആസാദ്. ഇതുകൂടാതെ ആരുണ്ട്? രാജ്ഗുരു ഉണ്ട്, അതുപോലെ തന്നെ സുഖദേവ് ഉണ്ട്. ഇത് ഓർത്തിരിക്കാൻ സിമ്പിളാണ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് 1931 മാർച്ച് 23 ഭഗത് സിംഗ്, സുഖദേവ്, രാജഗുരു എന്നിവരെയാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? തൂക്കിലേറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള 3 പേരുകൾ ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ്. ഇതിൻ്റെ കൂടെ ആരും കൂടെ വരുന്നുണ്ട്? ചന്ദ്രശേഖർ ആസാദും വരുന്നുണ്ടെന്ന് ആരും ഓർത്തിരിക്കും. അപ്പോൾ ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക് അസോസിയേഷൻ 1928 4 പേർ ചേർന്നിട്ട് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജഗുരു, സുഖദേവ്. അതുപോലെ ഞാൻ പറഞ്ഞ ഒരു ഡേറ്റ് ആണ്, റിപ്പീറ്റഡ് ആണ്, 1931 മാർച്ച് മാസം 23-ാം തീയതി. 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, അതേപോലെ തന്നെ സുഖദേവ് എന്നിവരെ എന്നാണ് തൂക്കിലേറ്റിയ ദിവസമാണ്. ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ദിവസമാണ് 1931 മാർച്ച് 23 എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ നമ്മൾ സ്വരാജ് പാർട്ടി CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ CR-ലെ 6 നമ്മുടെ രാഷ്ട്രപതിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ ആദ്യത്തെ പ്രസിഡന്റ് CR ദാസ് ആണ്. മോത്തിലാൽ നെഹ്റു അപ്പോൾ ആരാണ്? ആദ്യത്തെ സെക്രട്ടറി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാണ് രൂപീകരിച്ച സ്വരാജ് പാർട്ടി? 1923 കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തവിടെ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് ജയപ്രകാശ് നാരായൺ ആണെന്ന കാര്യം ഓർക്കുക. 1934 ബോംബെയിൽ വെച്ചിട്ടാണ് ജയപ്രകാശ് നാരായൺ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരു സംഘടനയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. നമ്മൾ പഠിക്കാറുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ
ഒളിവിൽ നിന്ന് സമരത്തിന് പിന്തുണ നൽകിയവരാണ് ഈ പറയുന്ന ജയപ്രകാശ് നാരായണനും അരുണ ആസഫ് അലിയും എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാറുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ജയപ്രകാശ് നാരായണനുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയാം. ആദ്യം നമ്മൾ പറഞ്ഞു അഭിനവ് ഭാരത് സൊസൈറ്റി, VD സവർക്കർ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യ സെൻ, അതുപോലെ ഗദ്ദാർ പാർട്ടി, ലാല ഹർദയാൽ, അനുശീലൻ സമിതി, പുലിൻ ബിഹാരി ദാസ് എന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ജയപ്രകാശ് ആരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 4 പേരുകൾ ഓടിച്ചു. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്. പിന്നെ സ്വരാജ് പാർട്ടി CR ദാസും മോത്തിലാൽ നെഹ്റു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായണൻ. ഫോർവേഡ് ബ്ലോക്ക് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം, അതായത് നമ്മളിവിടെ പറഞ്ഞു പോയ ഒരു പേരുണ്ട്, എന്താണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. അത് സ്ഥാപിച്ചവരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് നമ്മുടെ സൂര്യ സെൻ ആണ്. എന്നാൽ നമ്മൾ പറയാറുള്ള നമ്മുടെ ഇന്ത്യൻ ആർമി ഉണ്ടല്ലോ, ഇന്ത്യൻ നാഷണൽ ആർമി INA, ഇത് സ്ഥാപിക്കുന്ന ആരെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു രാഷ് ബിഹാരി ബോസ് ആണ്. ആരാണ്? രാഷ് ബിഹാരി ബോസ്. അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ഇതിന്റെ നേതൃത്വം പിന്നെ ആരെ ഏറ്റെടുക്കുന്നുണ്ട്? സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്? സുഭാഷ് ചന്ദ്രബോസ് രാഷ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം എന്ത് ചെയ്യുന്നുണ്ട്? പിന്നീട് ഏറ്റെടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഓർത്തിരിക്കേണ്ട ഒന്നാണ്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം അറിയപ്പെട്ടത് എന്ത് പേരിലാണ്? ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിലാണ്. അപ്പോൾ ഇതിന്റെ വനിതാ വിഭാഗം, INA വനിതാ വിഭാഗം അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്ന് വെച്ചാൽ ഝാൻസി റാണി റെജിമെന്റ് എന്ന് പറയുന്ന പേരിലാണ്. എന്താണ്? ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടെ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ്, ഈ ഝാൻസി റാണി റെജിമെന്റ് പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. മലയാളിയായിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പേര് നമ്മൾ ഓർത്തിരിക്കണം. ക്യാപ്റ്റൻ ലക്ഷ്മി INA വനിതാ വിഭാഗം മേധാവിയായിരുന്ന വ്യക്തിയാണ് ആര്? ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. സമരവും സ്വാതന്ത്ര്യവും എന്നാണ് 10ാം ക്ലാസ്സിലെ അധ്യായത്തിന്റെ പേര്. ഇത് നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇനി ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് ആർക്കാണെന്ന് വെച്ചാൽ നിർമ്മല സീതാരാമനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നിർമ്മല സീതാരാമൻ എന്നാണ് അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമായ ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാതകമേ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകി അതിനുശേഷം മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. PSC റിപ്പീറ്റായി ചോദിക്കുന്ന ചോദ്യം, ഉത്തരേന്ത്യ സമുദ്രങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റ് ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ B ആണ്. മാംഗോ ഷവർ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇത് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്ററിൽ ഈ കാറ്റുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് തന്നിരിക്കുന്നത്. ആ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകാം. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രാദേശിക വാതകങ്ങൾ എന്ന് പറയുക. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാതകങ്ങളാണ് ഇത്: ലൂ, മാംഗോ ഷവർ, കാൽബൈ ഷാഗി എന്നിവ. പ്രീ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന മാംഗോ ഷവർ ആണ്. ഇനി ഇന്ത്യയിൽ ഒഡീഷ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര എന്നിവിടങ്ങളിൽ പ്രാദേശികമായി വീശുന്ന കാറ്റാണ് ഇത് കാൽബൈ ഷാഗി എന്നറിയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാതകങ്ങൾ ഏതൊക്കെയാണ്? ലൂ ഉണ്ട്, മാംഗോ ഷവർ ഉണ്ട്, കാൽബൈ ഷാഗി എന്നിവയൊക്കെ ഉണ്ട്. ഇതിൽ പ്രീ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത് മാംഗോ ഷവർ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒഡീഷ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര എന്നിവിടങ്ങളിൽ പ്രാദേശികമായി വീശുന്ന കാറ്റാണ് കാൽബൈ ഷാഗി. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാതകങ്ങളാണ് ഇത്: ചിനൂക്ക്, ഹാർമാറ്റൻ, ഫോൻ എന്നിവ. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ഇത് ചിനൂക്ക് എന്ന് പറയുന്നത്. വടക്കേ അമേരിക്ക റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഇവിടെ എല്ലാം നമ്മൾ ഒരു ഇക്ക വെച്ചിട്ടൊരു കളി കളിക്കുന്നുണ്ട്. വടക്കേ അതിലൊരിക്കയുണ്ട്, റോക്കി ഒരിക്കയുണ്ട്, അതുപോലെ തന്നെ കിഴക്കൻ അതിലൊരിക്കയുണ്ട്, ചിനൂക്കിലും ഒരിക്കയുണ്ട്. അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത്, കാരണം നമ്മൾ പഠിക്കുന്ന 3 പേരുകൾ ചിനൂക്ക്, ഹാർമറ്റൻ, ഫോൺ. അതിലെവിടെയും എന്തില്ല, ഇക്ക വരുന്നത് ചിനൂക്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങാനും നിങ്ങൾ ആ പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും തരിക:
അപ്പോൾ നിങ്ങൾ എങ്ങാനും ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഈ കാറ്റിന്റെ ഫലമായിട്ട് റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുങ്ങി മാറുന്നതിനാലാണ് ഇവയ്ക്ക് എന്ത് ചെയ്യുന്നത്, മഞ്ഞുതീനി എന്ന അർത്ഥം വരുന്നത്. അപ്പോൾ മഞ്ഞുതീനി എന്ന അർത്ഥം വരുന്ന കാറ്റ് ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചിനൂക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനമായിട്ടുള്ള കാറ്റുകളാണ് ഈ പറയുന്നത് ചിനൂക്ക് എന്ന് പറയുന്നത്. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് ഇത് ഫൊൻ എന്ന് പറയുന്നത്. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് ഇത് ഫൊൻ എന്ന് പറയുന്ന കാറ്റ്. ഇനി അടുത്തത്, ഈ കാറ്റ് താഴ്വരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം എന്താണ്, കുറയ്ക്കാൻ കാരണമാകുന്നു. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഇത് ഹാർമാറ്റൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന, റിപ്പീറ്റായി ചോദിക്കുന്നതാണ്, ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ചോദിച്ചാൽ ഹാർമാറ്റൻ. അത് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗം വന്നാൽ മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്ന ഡോക്ടർമാരുടെ അടുത്തേക്കാണ്. അപ്പം മാറ്റാൻ, ഹാർമാറ്റാൻ, ഡോക്ടർ, അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റുകൾ മിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്പെയിനിൽ അനുഭവപ്പെടുന്ന വരണ്ട കാറ്റാണ് ലവൻഡെ. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ പറയുന്ന പേരുകളാണ്. ചിനൂക്ക്, അതുപോലെ തന്നെ ഫോൺ, അതുപോലെ തന്നെ ഹാർമാറ്റൻ, പിന്നെ നമ്മുടെ ഇന്ത്യയിൽ വീശുന്ന ലൂ, മാംഗോ ഷവർ, കാൽബൈഷാഗി എന്നീ പേരുകൾ നല്ലോണം ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദമാണ് ഇതെന്ന് പറയുന്നത് മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്കിവിടെ കുറച്ച് പോയിന്റ് കൂടെ പറഞ്ഞു. മാങ്ങ വഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദമാണ് മാംഗോ ഷവർ എന്നും ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു പോകാം. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഇന്ത്യയിൽ അനുഭവിക്കപ്പെടുന്ന പ്രാദേശികവാദങ്ങൾ ലൂ, മാംഗോ ഷവർ, കാൽബൈഷാഗി. പ്രീ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത് മാംഗോ ഷവർ ആണ്. ഇന്ത്യയിൽ ഒഡീഷ, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ത്രിപുര എന്നിവിടങ്ങളിൽ പ്രാദേശികമായി വീശുന്ന കാറ്റാണ് കാൽബൈഷാഗി. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങൾ ചിനൂക്ക്, ഹാർമാറ്റൻ, ഫൊന്ന്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചരിവിലെ മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്ന അർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. അപ്പൊ മഞ്ഞുതീനി എന്ന ആ ഒരു പേര് ലഭിച്ചിരിക്കുന്നത് ഏത് കാറ്റിനാണെന്ന് ഓർത്തിരിക്കണം, ചിനൂക്കിനാണെന്ന കാര്യം ഓർത്തിരിക്കാം. ഏത് കാറ്റിനാണ്? ചിനൂക്കിനാണ്. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമുദ്രങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനകരമായ കാറ്റുകളാണ് ചിനൂക്ക്. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊന്ന്. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയാൻ കാരണമാകുന്നു. ആഫ്രിക്കയിലെ സഹാര മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹാർമാറ്റൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹാർമാറ്റൻ. ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റുകൾ മിസ്റ്റർ എന്നും, സ്പെയിനിൽ നിന്ന് അനുഭവപ്പെടുന്ന വരണ്ട കാറ്റ് ലവൻഡെ എന്നും, ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ എന്നും, ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം മാംഗോ ഷവേഴ്സ് എന്നും അറിയപ്പെടുന്നു. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഇത്. അപ്പോൾ ഇവിടെ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ SCERT ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖല എങ്ങനെയെല്ലാം നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ആ ഒരു കോളം ഇതുപോലെ അങ്ങോട്ട് എടുത്ത് ഇവിടെ ചോദ്യമായിട്ട് ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ ആ ഒരു കോളത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നോക്കുക, ഇവിടെ ആ ഒരു കോളത്തിൽ നൽകിയിരിക്കുന്ന പോയിന്റുകൾ തന്നെയാണ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിലൊന്ന് എന്താണ്, തെറ്റാണ്. ബന്ധമില്ലാത്ത എന്നാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. നദികളുടെ ഉത്ഭവസ്ഥാനം. ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം, വിവിധ നദികളുടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ പോലുള്ള ഹിമാലയ നദികളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്ന ഉത്തരപർവ്വത മേഖലയാണ്. അപ്പം നദികളുടെ ഉത്ഭവ പ്രദേശം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ശരിയാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും കൃത്യമായിട്ട് ഈ ഒരു ടെസ്റ്റിൽ പറയുന്നുണ്ട്. അതും എന്താണ്? ശരിയാണ്. നമ്മുടെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തിയിട്ട് ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കാൻ സഹായിക്കുന്നത് തന്നെയാണ് ഉത്തരപർവ്വത മേഖലയാണ്. പിന്നെ ഇവിടെ C കൊടുത്തിരിക്കുന്നത് ഉഷ്ണകാലത്ത് തെക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കൃത്യമായിട്ട് നമുക്കറിയാം, ഈ പറയുന്ന ഉഷ്ണകാലത്ത് എവിടെ നിന്ന് വീശുന്നതാണ്? വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയാണ് ഇവിടെ
PSC തെക്കെന്ന് കൊടുത്തു, ശരിക്കും അവിടെ വരേണ്ടത് എന്താണ്? വടക്ക് എന്നാണ് വരേണ്ടത്. പിന്നെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. അതും എന്താണ്? ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന കാര്യം ഓർക്കുക. ഇത് കൂടാതെ ഒരു പോയിന്റും കൂടെ SCERT കൊടുത്തിരിക്കുന്നത്, പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മളെ സംരക്ഷിച്ചു വരുന്നത് ഏതാണ്? ഉത്തരപർവ്വത മേഖലയാണ് എന്നൊരു പോയിന്റും കൂടെ, എക്സ്ട്രാ ഒരു പോയിന്റും കൂടെ SCERT-യിലുണ്ട്. അപ്പോൾ ആ SCERT-യിലുള്ള 4 പോയിന്റാണ് ഇങ്ങോട്ട് എടുത്തത്. ഒരു കോളത്തിനുള്ളിൽ കൊടുത്തിട്ടുണ്ട് ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്ന തലക്കെട്ടിൽ. അതിൽ കൊടുത്ത 4 കാര്യങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വന്നു. ഇതിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ C ആണ്. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഉഷ്ണകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്ന പോയിന്റ് ഓർത്തിരിക്കുക. ബാക്കി എല്ലാ പോയിന്റും എന്താണ്? ശരിയാണ്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്? പുരാതന കാലം മുതൽ തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മളെ സംരക്ഷിച്ചു പോരുന്നതിൽ ഉത്തരപർവ്വത മേഖല പ്രാധാന്യ പങ്ക് വഹിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്. നിങ്ങൾക്കത് ഗുണപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഈ പറയുന്ന പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന മേഖല SCERT-യിൽ വായിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ല, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ നോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ നോട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ അടുത്ത ക്ലാസ് കാണാം. ഇതുവരെയും നന്ദി, നമസ്കാരം.